എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളെ വഞ്ചിച്ചു പോയ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയുക എന്നുള്ളതാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആദ്യമായിട്ട് ചെമ്പോത്ത് അഥവാ ഉപ്പൻ പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളെ അവഗണിച്ചു പോയൊരു വ്യക്തി ഇപ്പോൾ ആ വ്യക്തി ഒരുപാട് ചിന്തിക്കുകയാണ്. മുമ്പ് ആ വ്യക്തിക്ക് ചില തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. ആ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ കണ്ണിങ്ങായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യത്തെക്കുറിച്ച് കൃത്യമായി തനിക്കറിയാം. താൻ അറിയാത്തതായിട്ടൊന്നുമില്ല, തനിക്ക് നേടാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല, അങ്ങനെയുള്ള ചിന്തകൾ ഉള്ള ഒരു വ്യക്തിയാണ്. ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവ് എനർജിയോടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ചില കാര്യങ്ങൾ കർശനമായി ചിന്തിക്കുകയും കർശനമായി പറയുകയൊക്കെ ചെയ്യുന്നു. ആ വ്യക്തി നിങ്ങളെ അളക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ ഒപ്പം നടന്ന്, നിങ്ങളുടെ ഒപ്പം സ്നേഹിച്ച്, നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഏറ്റവും ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടായി. ആ സ്നേഹത്തിൻ്റെ എല്ലാ പ്രാധാന്യങ്ങളും, എല്ലാ സീരിയസ്നെസ്സുകളൊക്കെ നിങ്ങൾക്കും ആ വ്യക്തിക്കും അറിയാം. നിങ്ങൾ ആ വ്യക്തിയെ ആത്മാർത്ഥമായാണ് സ്നേഹിച്ചത്. അണുവിട പോലും തെറ്റ് കാണിക്കാതെ, ഒരു കളങ്കവും ഇല്ലാതെ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചു. പക്ഷെ ആ വ്യക്തി നിങ്ങളെ അളക്കുകയായിരുന്നു. അത് നിങ്ങൾക്കൊരു ഘട്ടത്തിൽ മനസ്സിലായി. നിങ്ങളെ അളന്ന് തൂക്കിയെടുക്കുന്ന ഒരവസ്ഥ. അതായത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് ഉള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി അളന്ന് തൂക്കി കാര്യങ്ങൾ അപഗ്രഥിക്കുന്ന ഒരു രീതിയിലേക്ക് ആ വ്യക്തി പോയി. ആ വ്യക്തി ഉദ്ദേശിച്ചത് നിങ്ങളെ എങ്ങനെയെങ്കിലും അളക്കുക എന്നുള്ളതാണ്, നിങ്ങളെ എങ്ങനെയെങ്കിലും അറിയുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങളെ ആ വ്യക്തിയായിട്ട് ചിന്തിച്ച് അളന്ന് തൂക്കി നിങ്ങളിൽ നിന്ന് ആ വ്യക്തി അകന്നു പോയി. ആ അകന്നു പോകുമ്പോൾ ആ വ്യക്തി ചിന്തിച്ചത് ഇനി നിങ്ങളുടെ ഒപ്പം നിന്നിട്ട് കാര്യമില്ല. ഒരു ഘട്ടത്തിൽ ആ വ്യക്തി ചിന്തിച്ചു. നിങ്ങളേറ്റവും ആത്മാർത്ഥമായിട്ട് ആ വ്യക്തിയെ സ്നേഹിക്കുകയും ആ വ്യക്തിയോട് സഹകരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഒരു ഘട്ടത്തിൽ ആ വ്യക്തി ചിന്തിച്ചു, ഇനി ഈ വ്യക്തിയുമായിട്ട് നിന്നിട്ട് കാര്യമില്ല. ഈ വ്യക്തിക്കേക്കാൾ നല്ലൊരവസരം തനിക്ക് കിട്ടും. തനിക്ക് ഇപ്പോൾ ലഭിക്കുന്നതിനേക്കാൾ ശോഭനമായ ഒരു ജീവിതവും ഒരു ചിന്തയും ഒരു സാഹചര്യവും ഒരു അവസരവും, അതൊരു സുവർണാവസരമാണെന്നൊക്കെ കരുതി ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്ന് പോകാൻ ശ്രമിച്ചു. മനസ്സുകൊണ്ട് എപ്പോഴേ അകന്നു. അതങ്ങനെ അകന്നു പോയി കഴിഞ്ഞപ്പോൾ ആ വ്യക്തി ചില ആളുകളെ വിശ്വസിക്കുകയും ആ ആളുകളുമായിട്ട് ആ വ്യക്തി കൂടിച്ചേർന്ന് പോവുകയൊക്കെ ചെയ്തു. അല്ലെങ്കിൽ അടുത്തറിയുകയെങ്കിലും ചെയ്തപ്പോഴാണ് ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ തനിക്ക് പറ്റിയ അമളി മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം നിങ്ങൾ ഒരു നല്ല ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു എന്നുള്ള സത്യം, നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന കഴിവുകൾ, നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന നല്ല മനസ്സ്, അതിനെയൊക്കെ കൃത്യമായിട്ട് ഇപ്പോൾ ആ വ്യക്തി അറിയുന്നു. ആ വ്യക്തിക്ക് ഒരു നഷ്ടബോധം തോന്നുന്നു. ഇപ്പോൾ സ്പർദ്ധമായി പോകുന്നു, തകർന്നു പോകുന്നു. ഒറ്റയ്ക്കിരുന്ന് എവിടെയെങ്കിലും ഒന്ന് ചിന്തിക്കുന്നു, എനിക്ക് തെറ്റുപറ്റിയല്ലോ, ഞാൻ എടുത്ത തീരുമാനം തെറ്റാണല്ലോ. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴാണ് ഇവിടുത്തെ മൂല്യം അറിയുന്നത്. മുമ്പത് അറിയില്ലായിരുന്നു. പക്ഷേ എന്നെന്നും ആത്മാർത്ഥമായി സ്നേഹിച്ച നിങ്ങൾക്ക് ആ വ്യക്തിയെ വെറുക്കാനൊന്നും കഴിയില്ല. പക്ഷേ നിങ്ങൾക്കറിയാം ആ വ്യക്തിയുടെ നിലപാടിലെ ആ പാളിച്ച. ആ വ്യക്തി അത്തരം ഒരു നിലപാട് സ്വീകരിച്ചത് വലിയ തരത്തിലുള്ള ദുഃഖം, വിഷമം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അന്നുണ്ടാക്കി. ഇപ്പോഴും അതിൻ്റെ അലയൊലികളുണ്ട്. അതിൻ്റെ വിഷമം നിങ്ങളുടെ മുഖത്ത് എപ്പോഴും കാണാം. പക്ഷെ നിങ്ങൾ തകർന്നിട്ടില്ല, നിങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല. പോയവർക്ക് അസൂയ തോന്നുന്ന രീതിയിൽ അവർ നിൽക്കുന്നു. നിങ്ങളൊന്നും മിണ്ടണ്ട, നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. അവർക്ക് നിങ്ങളിൽ നിന്നുള്ള വിശദീകരണം പോലും ലഭിക്കാനുള്ള അർഹതയില്ല എന്നുള്ളതാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നത്. നിങ്ങൾക്ക് വിജയം ഉണ്ടാകും. അടുത്തതായിട്ട് തത്തമ്മ പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങാണ്. വലിയ തരത്തിലുള്ള ഉന്നത ചിന്തയുമായി നടന്നൊരു വ്യക്തി, ഒന്നിനും
നിങ്ങൾ ചെറുതാണ് എന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നിനും മറ്റുള്ളവരെക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ആ വ്യക്തി പ്രതീക്ഷിക്കുന്ന ഒരു കഴിവില്ല, ആ വ്യക്തി പ്രതീക്ഷിക്കുന്ന മൂല്യത്തിലേക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും കടന്നു വരാൻ കഴിയില്ല, എപ്പോഴും നിങ്ങൾ താഴെയാണ്, അങ്ങനെയുള്ള ചിന്തകളും അങ്ങനെയുള്ള കാര്യങ്ങളുമാണ് മനസ്സിലുണ്ടായിരുന്നത്. ദുരഭിമാനത്തിൻ്റെ പ്രതീകമായിരുന്നു ആ വ്യക്തി. നിങ്ങൾ പറയുന്നതല്ല ആ വ്യക്തി ഉദ്ദേശിക്കുന്നത്. ആ വ്യക്തി ഉദ്ദേശിക്കുന്നത് തന്നെ നടപ്പിലാക്കാനും നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാതിരിക്കാനൊക്കെ ഉള്ള ഒരുപാട് മോശപ്പെട്ട സ്വഭാവങ്ങൾ ആ വ്യക്തിയുടെ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ വന്നു. അങ്ങനെ ആ വ്യക്തി നിങ്ങളെ വലിയ തരത്തിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് ഉൾപ്പെടുത്തി. നിങ്ങൾ ആ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിച്ച് ഒരു കളങ്കത്തിൻ്റെ തരിമ്പ് പോലും ഇല്ലാതെ ആ വ്യക്തിക്കൊപ്പം ഉറച്ചു നിന്ന് ആ വ്യക്തിക്ക് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ നൽകി. എന്നിട്ടും ആ വ്യക്തി ആ വ്യക്തി നിങ്ങളെ അവഗണിച്ച് പോകാനാണ് ശ്രമിച്ചത്. നിങ്ങൾക്കെന്തോ ഒരു കഴിവ് കുറവ് ഉള്ളതുപോലെ, നിങ്ങൾക്കെന്തോ ഒരു ഡ്രോബാക്ക് ഉള്ളതുപോലെ, മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾക്ക് നേരെ നിൽക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് ജാള്യതയോടെ പുറകിലേ നിൽക്കാൻ കഴിയുമെന്നൊക്കെ അവർ പറഞ്ഞുണ്ടാക്കുകയൊക്കെ ചെയ്തു. പക്ഷേ നിങ്ങളോടൊത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, കഴിവുണ്ട്, നിങ്ങൾക്ക് മൂല്യമുണ്ട്, ഞാൻ നിങ്ങളിൽ ആകർഷിക്കപ്പെട്ടിരിക്കുന്നു, അങ്ങനെയുള്ള പല വർത്തമാനങ്ങളും അവർ പറഞ്ഞു. പക്ഷേ എല്ലാം പൊള്ളത്തരങ്ങളും എല്ലാം വഞ്ചനകളും. ഒരുപക്ഷെ ആ വ്യക്തിയുടെ ദുരഭിമാനത്തെ ആരെങ്കിലും ചൂഷണം ചെയ്തതാകാം. എപ്പോഴും സംശയിക്കുന്ന ആ വ്യക്തി നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളൊന്ന് കാണണം. തനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. താൻ ശരിയെന്ന് വിശ്വസിച്ചത് തെറ്റാണെന്നും താൻ തെറ്റും കുറവാണെന്ന് വിശ്വസിച്ചത് മൂല്യമുള്ളതാണെന്നുള്ള ബോധം ആ വ്യക്തിക്ക് വന്നിരിക്കുന്നു. ബാഹ്യമായ ചില അട്രാക്ഷനുകൾ ആ വ്യക്തി അതിൻ്റെ പുറകെ പോയി. ഒന്നുമല്ല എന്നെന്ന് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഒന്നും ആ വ്യക്തിക്ക് ലഭിക്കാനില്ലെന്നും ആ വ്യക്തി വലിയ തരത്തിലുള്ള പരാജയത്തിലേക്ക് കൂപ്പുകുത്തിപ്പോയി എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഇപ്പോൾ അറിയാൻ കഴിയുന്നു. ഒരു പ്രതിസന്ധിയും ഒരു പ്രശ്നവും നിങ്ങളെ ബാധിക്കില്ല. നിങ്ങളെ വഞ്ചിച്ച് ചതിച്ച് കടന്നുപോയവർക്ക് മഹാദുഃഖങ്ങളാണ് ഇനി സമ്മാനിക്കാൻ പോകുന്നത്. അവർക്ക് രാത്രിയിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത രീതിയിൽ അവർ വെപ്രാളപ്പെടുന്ന അവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയും. കാരണം ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങളെ, ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ സമാധാനപരമായിട്ട് പോയ നിങ്ങൾക്കെതിരെയാണ് അവരുടെ നീക്കങ്ങളുണ്ടായത്. ആ നീക്കങ്ങൾ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. കാരണം അവർ ആകെ പ്രതിസന്ധിയിലാണ്. നിങ്ങളെ തനിച്ചാക്കി നിങ്ങളെ ദുഃഖിപ്പിച്ച് കടന്നുപോയ അവർക്ക് യാതൊരു തരത്തിലുള്ള നന്മയും ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. അവർക്ക് യാതൊരു തരത്തിലുള്ള ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് കാണാൻ കഴിയും, അറിയാൻ കഴിയും. നിങ്ങളത് അറിയുകയും കാണുകയും ചെയ്യും. കാരണം പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നൽകിയ ശക്തിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.